പ്രിയപ്പെട്ടവരെ, തീരദേശവും മലയോരവും എല്ലാം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. മലയോരത്തിൻ്റെ പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ല. വന്യമൃഗശല്യം ഒരു വശത്ത് വലിയ പ്രതിസന്ധിയായി മാറി. അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. സത്വരമായ ശ്രദ്ധ അവിടെ ആവശ്യമാണ്. തീരദേശത്തെ പ്രതിസന്ധികൾ എന്നത്തേക്കാളും ഇന്ന് വർദ്ധമാനമായിരിക്കുകയാണ്. മുതലപ്പുഴയിലെ മരണം തന്നെ ഇന്ന് ചർച്ചാ വിഷയമായിരിക്കുന്നു. എവിടെയാണെങ്കിലും ഓടിയെത്തി സഹായഹസ്തവുമായിട്ട് വരുന്നവരാണ് ഈ തീരദേശത്തെ മുക്കുവ തൊഴിലാളികൾ. അങ്ങനെയുള്ള വല്ലാതെ ബുദ്ധിമുട്ടുന്ന അനുദിന ജീവിതം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന മുക്കുവ തൊഴിലാളികൾ, മത്സ്യബന്ധനത്തിലായിരിക്കുന്നവർ, അവരെ ചേർത്ത് പിടിച്ച് അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ പരിഹരിക്കാനായിട്ട് നിശ്ചയമായിട്ടും ഭരിക്കുന്ന സർക്കാരുകൾക്കൊക്കെ ചുമതലയുണ്ട്. പലപ്പോഴും അവരെയൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധമുള്ള സമീപനമാണെന്ന് വല്ലാതെ ഭാരപ്പെടുത്തുന്നത് ആളുകളെ. നമുക്കറിയാം, വിഴിഞ്ഞത്തെ വിഷയങ്ങളും ഇതുമായിട്ട് ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. വിഴിഞ്ഞം സമരത്തിനകത്ത് പോലും പല പ്രശ്നങ്ങളും കടന്നു വരികയും അമിതമായ രാഷ്ട്രീയം കലരുകയും അത്തരത്തിൽ നിരപരാധരായ ആളുകൾ കുറ്റക്കാരായി മാറുന്ന സാഹചര്യമുണ്ടായി. മുതലപ്പുഴയിലും സംഭവിക്കുന്നത് അത്തരത്തിലുള്ള അനാവശ്യമായ കേസും നടപടിക്രമങ്ങളുമൊക്കെയാണ്. അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടാണ് ബന്ധപ്പെട്ടവർ, അധികാരികൾ, സർക്കാരൊക്കെ തയ്യാറാവേണ്ടത്. അതിന് മുൻപോട്ട് വരണമെന്ന് സ്നേഹത്തോടു കൂടി ആഹ്വാനം ചെയ്യുകയാണ്. ഇത് സഭയുടെ തന്നെ ഒരു മുഖമാണ്. എന്ന് വെച്ചാൽ എപ്പോഴും വേദനിക്കുന്നവർക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുക, അവർക്ക് കൈത്താങ്ങായി നിൽക്കുക എന്നുള്ളതാണ് സഭ എന്നും എക്കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ അവരെ കൈപിടിച്ചുയർത്താനും അവരോട് ചേർന്ന് നിൽക്കാനും സഭയുടെ സാരഥ്യത്തിലുള്ളവർ മുൻപോട്ടിറങ്ങുമ്പോൾ അവരെ കുറ്റക്കാരായി ചിത്രീകരിക്കുകയും ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നിർഭാഗ്യകരമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ അടിയന്തരമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഞങ്ങൾ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.